പത്തനംതിട്ട കടമ്മനിട്ട കല്ലേലിയിൽ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുജിയുടെ വീടിന് നേരെ ആക്രമണം. 15-അംഗ സംഘം ബൈക്കിലെത്തിയാണ് ആക്രമണം നടത്തിയത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബാബുജിയുടെ ഓട്ടോയുടെ മുകൾ വശവും ഒപ്പം തന്നെ ഈ ഷീറ്റെല്ലാം അവർ കുത്തിക്കേറിയിട്ടുണ്ട് ആക്രമിച്ചവർ. അതിനുശേഷം ഇവർ നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാൻ പറ്റ വീതിയില്ല. ബൈക്കിലാണ് ഈ 15 പേരും ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഈ ആക്രമണം നടന്നത്. ആ സമയത്ത് ബാബുജിയും ബാബുജിയുടെ ഭാര്യയും മകനുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവർ ഇവിടെ വന്ന് വീട്ടുമുറ്റത്ത് വന്ന് പേരെടുത്ത് വിളിച്ചു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കുന്നതിൻ്റെ ശബ്ദം ബാബുജി കേട്ടു. വീടിൻ്റെ ജനൽ ചില്ല് അവർ ആയുധം ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ബാബുജി പറയുന്നത്. അവരുടെ കയ്യിൽ ഇടിവള ഉണ്ടായിരുന്നതായി CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നു. ആ ഇടിവള കൊണ്ട് ഈ ചില്ലിൽ ഇടിക്കുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ കൈ മുറിഞ്ഞു. അതിനുശേഷം അവർ സംസാരിച്ചതായും പറയുന്നു. അതായത് ഈ ആക്രമണകാരികളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ പണമില്ല, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടേക്കാം എന്ന് പറഞ്ഞുവെന്നാണ് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുജി പറയുന്നത്. അതിനുശേഷം ആ വീടിൻ്റെ മുൻവശത്ത് 10ഓളം കസേരകളുണ്ടായിരുന്നു. ആ കസേരയെടുത്ത് ഈ സംഘാംഗങ്ങൾ വീടിൻ്റെ വാതിലിൻ്റെ ഭാഗത്തേക്ക് എറിയുകയായിരുന്നു. ഈ സമയത്ത് കല്ലേറും നടന്നു. കല്ലേറിൽ ബാബുജിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ബാബുജിയുടെ ഭാര്യയുടെ ദേഹത്ത് ഈ എറിഞ്ഞ കസേര പതിച്ച് അവർക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിൽ താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ? പരാതി കൊടുക്കാൻ രാത്രി പോലീസ് വന്നായിരുന്നു. പരാതി കൊടുക്കാൻ പോവാണ്. ഇത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. എത്ര കാര്യം സംഭവിച്ചത്? അവരെത്ര പേരുണ്ടായിരുന്നു? 15 പേരിൽ മേലോട്ടേ ഉള്ളൂ, കുറവില്ല. 15 പേര് കുറയത്തില്ല. രാത്രി 12 മണിക്ക് ഈ ഭാഗത്തേക്ക് വന്നു. 12 മണിയായപ്പം വന്നു. അതിനുശേഷം താങ്കളെ വിളിച്ചു. ഞാൻ കഥ തുറന്ന് ഇറങ്ങി. അപ്പോഴത്തേനും ഇവിടെ അടിയും ഏറും ആയിട്ട് തുടങ്ങി. ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ പെരക്കകത്ത് എൻ്റെ ഭാര്യ എന്നെ പിടിച്ച് കയറ്റി അങ്ങ് പോയി. ഞാൻ എന്നിട്ടും കഥ മൊത്തം അടച്ചില്ല. അപ്പോഴത്തേനും ഇമ്മരെ കൈ മുറിഞ്ഞപ്പോൾ ഇമ്മരെ കളഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ആഴ്ചയിൽ പോകാൻ പോലും പൈസ ഇല്ല എന്നും പറഞ്ഞ് അവർ കളഞ്ഞിട്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് നിന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത്. കൈ നല്ല മുറിഞ്ഞിരിക്കും. ഇവിടെ ചോരയൊക്കെ വീണിട്ടുണ്ട്. അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. ആയുധങ്ങൾ എല്ലാം ആയുധം, കൈക്കമ്പും വടിവാൾ പോലുള്ളതും ഇടികട്ട ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും കയ്യിലുണ്ട്. താങ്കളുടെ നേരെ കസേരയും കല്ലും ഒക്കെ വലിച്ചെറിഞ്ഞു. ഞാൻ വെളിയോട്ട് ഇറങ്ങാൻ നേരത്തെ എറിയുന്നത്. വെളിയോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഏറെ ഇവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചത്. ഓട്ടോയ്ക്ക് എന്ത് നാശം വന്നു? ഓട്ടോയുടെ പുറകെ സൈഡ് സീറ്റ് എല്ലാം വലിച്ച് കയറി ആയുധാണ്ട് വെച്ച് കുത്തി കയറിയിരിക്കുക. ഇത്രയും ആളുകൾ വന്ന് ഇവിടെ ആക്രമിക്കാൻ കാരണമുള്ള ഒരു പ്രകോപനം എന്തായിരിക്കാം? ഞാനുമായിട്ട് ഒരു വിഷയമില്ല, എനിക്കറിയത്തുമില്ല. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ വഴിയിട്ട് എപ്പം മഴ അടിക്കാമല്ലോ, വണ്ടി നടക്കുന്നില്ലേ. കടമൻ്റെ 2 വീടുണ്ട്. ഇമാരിങ്ങനെ കള്ളും കഞ്ചാവും അടിച്ച് നടക്കും. ഇപ്പം തിരക്കിപ്പോൾ കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന ടീമുകളാണ്. അവരുടെ പണി ഇതാ, കൂലിക്കടിക്ക് പോക്കും കാര്യങ്ങളൊക്കെ. പിള്ളേർ സെറ്റില്ലേ, അവരാരും ചാരാൻ വായിച്ചു കൊടുത്താൽ കൂലിക്കാൻ പൊക്കോളും. ആ കൂടുതൽ വന്നാൽ ഇത് എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. താങ്കളുടെ വീട് കൂടാതെ മറ്റ് 2 വീട്ടിലും ആക്രമണം നടന്നിട്ടുണ്ട്. ആ വീട്ടിൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായി? 2 ബൈക്ക് അടിച്ച് തകർത്തിട്ടുണ്ട്. ടാങ്ക് വരെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതുള്ള ജനലുകൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവിടുത്തെ പട്ടികജാതിക്കാരുടെ വീടുകളും 2 വീടുകൾ. ഈ റോഡിന് വീതി കുറവാണ്, വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് കയറുമല്ല. അപ്പോൾ അവർ ബൈക്കിൽ തന്നെയാണ് വന്നത്. താങ്കൾ കണ്ടോ അത്? ബൈക്കാ എൻ്റെ ഓട്ടോയുടെ മുന്നേ തന്നെ 2 ബാക്കിയെല്ലാം പുറകെ നേരത്തെ വെച്ചിരിക്കുകയായിരുന്നു. ആക്രമിക്കാൻ വന്ന ആളുകളെ കണ്ടാൽ അറിയാമോ? കുറച്ച് പേരെയൊക്കെ കണ്ടറിയാം. കണ്ട് പരിചയം രാത്രി അല്ലേ, കുറച്ച് പേരെയൊക്കെ കണ്ടറിയാം. CPI ലോക്കൽ സെക്രട്ടറി ബാബുജിയുടെ വീട് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പരാതി കൊടുക്കാൻ പോവുകയാണ്. 14-ലധികം വരുന്ന സംഘമാണ് വീടിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുജി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.